ഉദ്ഘാടന കാഴ്ചകളായി ജലമാമാങ്കം. ആവേശത്തിന്റെയും മാർപ്പോവിളികളുടെയും കരുത്തിന്റെയും പ്രതീകമായി പുന്നമട വള്ളം കളി പ്രേമികളെ ആവേശത്തിലാക്കി ജലോത്സവ മേള പെരുക്കം മുഴങ്ങുകയായി. 71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് പുന്നമട കായലിൽ തുടക്കമായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. 21 ചുണ്ടൻ വള്ളങ്ങൾ അടക്കം 75 കളിവള്ളങ്ങളാണ് പുന്നമടയിലെ അങ്കത്തട്ടിൽ പോരിനിറങ്ങുന്നത്. വൈകുന്നേരം 4ഓടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ ഉണ്ടാകും. പുന്നമടയിലെ ആവേശ പോരാട്ടം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം TV പൂർണ്ണമായി നേരത്തെ തന്നെ സജ്ജരായിരുന്നു. രാവിലെ മുതൽ തന്നെ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. നെഹ്റു പവലിയനിൽ നിന്ന് M. മനോജ് ചേരുകയാണ്. ഇപ്പോൾ മനോജ്, ആവേശ കൊടുമുടിയിലാണോ? തീർച്ചയായും ആവേശം തന്നെയാണ് എല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ് ചുണ്ടൻ വെള്ളങ്ങളുടെ ആ പോരാട്ടത്തിന് വേണ്ടി. എന്തായാലും ഈ കായലിന്റെ ചാലുകീറിക്കൊണ്ട് വരുന്ന ഓരോ ചുണ്ടനെയും കാത്തിരിക്കുന്ന കണ്ണുകളാണ് നമുക്കിവിടെ എവിടെയും കാണാൻ സാധിക്കുന്നത്. ഈ നെഹ്റു പവലിയൻ ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ തന്നെ നേരത്തെ നടന്ന ഹീറ്റ്സുകൾ അതൊക്കെ കണ്ടതാണ്. അതായത് മറ്റ് വള്ളങ്ങളുടെ അടക്കം ഹീറ്റ്സുകൾ ആവേശത്തോടു കൂടി കാണുകയാണ്. അതൊക്കെ ഓരോരുത്തരിലും നമുക്ക് കാണാൻ സാധിക്കും. വിദേശത്ത് നിന്നുള്ളവർ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ ഈ നെഹ്റു പവലിയനിലുണ്ട്. അവരൊക്കെ ഇനിയുള്ള മത്സരങ്ങൾ, അതായത് ഇനിയാണ് പ്രധാനമായും ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടമുള്ളത്. ഇനി വരുന്ന ഉദ്ഘാടന സഭ, അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യ ഹീറ്റ്സ് ആരംഭിക്കും. ആദ്യ ഹീറ്റ്സിൽ പരസ്പരം പോരാടുന്നത് ഈ കൈനഗരി ടൗൺ ബോട്ട് ക്ലബ്ബും അതോടൊപ്പം തന്നെ സെന്റ് ജോസഫ് ബോട്ട് ക്ലബ്ബും അതോടൊപ്പം മങ്കൊമ്പ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്, ഇതൊക്കെയാണ്. ഇതിലൊക്കെ തന്നെ ഈ ആനാരി, വെള്ളംകുളങ്ങര, കരുവാറ്റ, കാരിച്ചാൽ, ഈ 4 വള്ളങ്ങളും ഇങ്ങനെ ആദ്യ ഹിറ്റ്സിൽ ഏറ്റുമുട്ടുമ്പോൾ അതിനെയൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വള്ളം കളിയിൽ കാരിച്ചാൽ കുതിച്ചു പാഞ്ഞത് എല്ലാവരും കണ്ടതാണ്. ആ ഫൈനലിലേക്കുള്ള കുതിച്ചു പായൽ, അതിനുശേഷമുള്ള 1ാം സ്ഥാനത്തേക്ക് എത്തുമ്പോഴുള്ള ആവേശം, അതൊക്കെ തന്നെയാണ് എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓരോ വള്ളങ്ങളുടെ ക്ലബ്ബുകളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ അവരൊക്കെ ഇതൊന്നാമതെത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ അവരിൽ ഓരോരുത്തരിലുമുണ്ട്. എന്തായാലും വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം ഈ പുന്നമടക്കായൽ ഒന്നാകെ തന്നെ അതിൻ്റെ ഇരുതീരങ്ങളും അങ്ങനെ ഉണർന്നിരിക്കുകയാണ്. ആവേശ കൊടുമുടിയിലാണ് എല്ലാവരും. ആ ശബ്ദങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള ഓരോ നിമിഷങ്ങളും അത് തന്നെയാണ്, ആവേശത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ പുന്നമടയുടെ ഈ തീരങ്ങളിലൊക്കെ ഈ ഓരോ ശബ്ദം ഉയരുമ്പോഴും നമുക്ക് മനസ്സിലാകും. ഓരോ വള്ളങ്ങൾ അങ്ങനെ തുഴ കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞ് മുന്നിലോട്ട് പായുകയാണ്. ഓരോ തുഴയുന്ന ഓരോ കൈകളും ഓരോ കണ്ണുകളും അവരുടെ മനസ്സുമൊക്കെ അങ്ങനെ ഒരേ സമയം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് അത്രയധികം വലിയൊരു കൂട്ടായ്മയുടെ, ഒരു വള്ളത്തിലുള്ള 85ഓ 90ഓ വരെയുള്ള ആളുകളുടെ ഒരു പരിശ്രമത്തിന്റെ ആ ഒരു ആവേശം, അത് തന്നെയാണ് ഇവിടെ കരയിലിരിക്കുന്നവർക്കും അവരെ പോലെ തന്നെയാണ്. കരയിലിരുന്നു കൊണ്ട് ആ തുഴയുന്ന ഓരോ തുഴയും അവർ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങൾ അതിന്റെ തന്നെയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ഇത്തവണ കപ്പിൽ മുത്തമിടുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം പലതരത്തിൽ ആകാംക്ഷകളുണ്ട്. കഴിഞ്ഞ വർഷം ഈ കാരിച്ചാൽ ചുണ്ടനെ നയിച്ചിരുന്ന, അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ഇത്തവണ മറ്റൊരു വള്ളമാണ്. അതേസമയം തന്നെ കാരിച്ചാലിന്റെ സ്വന്തം കരക്കാർ തന്നെയാണ് ഇത്തവണ കാരിച്ചാലിലേക്ക് വേണ്ടി തുഴയെറിയുന്നത്. അത്തരത്തിൽ തുഴയെറിയുവാൻ വേണ്ടിയുള്ള മാസങ്ങളായുള്ള പരിശീലനം, ആ പരിശീലനത്തിനൊടുവിലാണ് ഇന്ന് ഈ കായലിലേക്ക് ഓരോ വള്ളങ്ങളും പ്രാർത്ഥനയോടുകൂടി ഇറങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, അവരുടെ കരക്കാരുടെ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ആ വള്ളത്തിന്റെ പേര് നിലനിർത്തേണ്ട അഭിമാനമാണ്. ഹാട്രിക് അടിക്കേണ്ടവരുണ്ട്, ഇരട്ട ഹാട്രിക് അടിച്ചവരുണ്ട് നേരത്തെ. അത്തരത്തിൽ കാലാകാലങ്ങളായി ഈ നെഹ്റു ട്രോഫിയിൽ മാറ്റിവെക്കുന്ന പ്രധാനപ്പെട്ട വള്ളങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ചീറിപ്പാഞ്ഞി കായലിന്റെ നടുവിലൂടെ വരുന്നത്. 4 ട്രാക്കുകളിലായാണ് 6 ഹീറ്റ്സ് ആണ് വരുന്നത്. അതായത് മറ്റു വെള്ളങ്ങളൊക്കെ തന്നെ ആദ്യം ഈ ഹീറ്റ്സുകൾ കഴിഞ്ഞിരുന്നു. ഇനി അവരുടെ ഫൈനലാണ് ചുണ്ടൻ വെള്ളത്തിന്റെ ഹീറ്റ്സ് കഴിഞ്ഞ ശേഷം. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചെറുവള്ളങ്ങളുടെയൊക്കെ അടക്കം തുഴ നമ്മൾ കണ്ടതാണ്, അവരുടെയൊക്കെ ആവേശം നമ്മൾ കണ്ടതാണ്. ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ്. ഓരോ വള്ളങ്ങൾ വരുമ്പോഴും കാണികൾ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് അവരെ ആവേശത്തോടു കൂടി എങ്ങനെ മനോജ്, അവർക്കൊപ്പം മാർപ്പ് വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു. മനോജിന്റെ ശബ്ദത്തിലുമുണ്ട് ഇടർച്ച. ശബ്ദമൊക്കെ അടിച്ചു പോയോ? കാണാം. അടുത്ത
ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അടുത്ത ആ വള്ളങ്ങൾ എങ്ങനെ തുഴഞ്ഞെത്തുമ്പോൾ ഓരോരുത്തരും അങ്ങനെ കണ്ണുനട്ടിരിക്കുകയാണ്. ഒന്നാമതെത്തുന്നവരെയും കാത്ത്, ആ വിജയികളെയും കാത്ത്. ഇനി ഇവരൊക്കെ തന്നെ ഫൈനലിലേക്ക് കയറും. ആ ഫൈനലിലേക്ക് കയറുമ്പോഴാണ് ആവേശം അതിൻ്റെയൊക്കെ കൊടുമുടിയിലെത്തുക. എന്തായാലും ഈ ജലോത്സവത്തിന് ആവേശം പകർന്നുകൊണ്ട് ആ തുഴ നമുക്ക് കാണാം. ഓരോരുത്തരും അങ്ങനെ ഒരേ താളത്തോടെ തന്നെ തുഴഞ്ഞു കയറുകയാണ്. ആ അമരത്തിരിക്കുന്നവരും താളത്തിലിരിക്കുന്നവരും മുന്നിലുള്ളവരും ഒക്കെ തന്നെ അങ്ങനെ തുഴഞ്ഞുകൊണ്ട് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഫിനിഷിംഗ് പോയിന്റ് വരെ ഒരേ ആവേശത്തോടു കൂടി, കൈവഴക്കത്തോടു കൂടിയും മെയ്വഴക്കത്തോടു കൂടിയും ഒക്കെ അവരങ്ങനെ ആ വെള്ളത്തിൽ അങ്ങനെ തുഴഞ്ഞു വരികയാണ്. അത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് അത് ഓരോ ഭാഗത്തും സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം നടക്കും. ആ ഉദ്ഘാടനത്തിന് ശേഷം തന്നെയാണ് ചുണ്ടൻ വെള്ളങ്ങളുടെ ഹീറ്റ്സ് തുടങ്ങുക. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോരുത്തരും ആ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ ഇങ്ങനെ തുഴഞ്ഞു വരികയാണ്. അതായത് അവസാനഘട്ട ഹീറ്റ്സ് ആണ്. ചുണ്ടൻ വെള്ളങ്ങൾ ഇനിയാണ്. എന്തായാലും ഈ ഹീറ്റ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഫൈനലിലേക്കുള്ള ആ ഒരു കടന്നുകയറ്റം തന്നെയാണ്. ഓരോരുത്തരും അങ്ങനെ ഫൈനലിൽ കയറുവാനുള്ള ആവേശത്തോടു കൂടി തന്നെയാണ് തുഴഞ്ഞെത്തുന്നത്. എന്തായാലും ഇനിയുള്ള നിമിഷങ്ങളൊക്കെ ഇനി ചുണ്ടൻ വെള്ളങ്ങളെ കാത്തിരിക്കുന്ന കണ്ണുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു ആവേശ പോരാട്ടം അത് ആരാണ് കപ്പടിക്കുക എന്നുള്ളത് ഇന്ന് വൈകിട്ടോടുകൂടി നമുക്ക് കണ്ടറിയാം. പ്രവചനങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എല്ലാ കരക്കാരും അങ്ങനെ തന്നെ തങ്ങളുടെ വള്ളങ്ങൾ ഈ കായലിലേക്ക് ഇറക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയോടുകൂടി, ഈ ആവേശത്തോടുകൂടി ഇറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആരാണ് ഇത്തവണ കപ്പടിക്കുക എന്നുള്ളത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിലുള്ള മത്സരങ്ങൾ അത് 11 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. ആദ്യ ഹീറ്റ്സ് ഒക്കെ അങ്ങനെ മുന്നേറുകയാണ്. ഇനി ഫൈനലിലേക്കുള്ള മറ്റ് കാര്യങ്ങളാണ്. അതായത് ഫൈനലിലേക്ക് കടക്കണമെങ്കിൽ കൃത്യമായും സമയക്രമത്തിനുള്ളിൽ ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്ന വള്ളങ്ങളെയാണ് ഫൈനലിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. എന്തായാലും ഇനിയുള്ള കാഴ്ചകളിലേക്കും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ആ കാഴ്ചകളിലേക്കും ഒക്കെ വേഗത്തിലെത്താം.